കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ബികോം 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലെ നിങ്ങളുടെ മേജർ സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ മൊഡ്യൂൾ 4 ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒരു ഡെമോ ക്ലാസ് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ബികോം വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂളുകളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഫുള്ളി തിയറി ബേസ്ഡ് ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ബാക്കിയുള്ള 4 മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് പാസ്സാവാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഒരു മൊഡ്യൂൾ മാത്രമാണ് തിയറി മൊഡ്യൂള്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൊമേഴ്സ് അച്ചീവേഴ്സ് ഈ ഒരു സബ്ജക്റ്റ് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഈ ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 മൊഡ്യൂളിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ട് പ്രോബ്ലം ഉൾപ്പെടെ ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് ഈ 5 മൊഡ്യൂളിൻ്റെയും നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് നൽകും. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടൻറ് ഉൾപ്പെടുത്തി എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 5 മൊഡ്യൂളിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാ മൊഡ്യൂളിൽ നിന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് ടൈമും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ചാറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ അപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഏറ്റവും കുറഞ്ഞ ഒരു ഫീസിലാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഹാർഡ് ലക്ക് ലിമിറ്റഡിൻ്റെ ആസ് ഓൺ 31 ഡിസംബർ 2016 ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ്. ഇക്വിറ്റീസ് ആൻഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു, അസറ്റ് എന്ന് പറഞ്ഞുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റീസ് ആൻഡ് ലൈബിലിറ്റീസിൽ ഒന്ന് തന്നിരിക്കുന്നത് ഷെയർ ക്യാപിറ്റലാണ്. 10 ഈച്ച് വെച്ച് 20 ലാക്കാണ് ഷെയർ ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. അപ്പം 10 ഈച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ലക്ഷമാണ് അതിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. 10 വെച്ചിട്ടാണ്. അപ്പോൾ 20 ലക്ഷം ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ഒരു ഷെയറിൻ്റെ, അതായത് എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം ഷെയർസ് 10 രൂപ വെച്ച് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്ര കിട്ടിയത്, 20 ലക്ഷം കിട്ടിയത്. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വന്നിരിക്കുന്നത്, 1,90,000. ദെൻ അതിനുശേഷം ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് നോൺ കറണ്ട് ലൈബിലിറ്റി അതൊന്നും തന്നിട്ടില്ല. ദെൻ കറണ്ട് ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 15 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 33,10,000 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നത് അസറ്റുകളാണ്. അതിനകത്ത് ഫിക്സ്ഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട് 17 ലക്ഷം. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല് തന്നിട്ടുണ്ട് 5 ലക്ഷം. ദെൻ അതിനുശേഷം കറണ്ട് അസറ്റുകൾ ഇൻവെൻ്ററീസ് സ്റ്റോക്ക് 8 ലക്ഷം, ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് 3 ലക്ഷം, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 10,000. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ദ ഫോളോവിങ് സ്കീംസ് ഓർ റീകൺസ്ട്രക്ഷൻ വാസ് അപ്രൂവ്ഡ് ബൈ ദ കോർട്ട്. ഓക്കെ, ടു റെഡ്യൂസ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ 5 പെർ ഷെയർ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ആക്കി കുറച്ചു, 5 രൂപയാക്കി കുറച്ചു. നേരത്തെ എത്ര ആയിരുന്നു, 10 അല്ലേ. 10 വെച്ച് 2 ലക്ഷത്തെ ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്, 20 ലക്ഷം ചെയ്തത്. അപ്പോൾ ഇനി എത്ര ഇല്ല, 10 ഇല്ല, 5 ഉള്ളൂ. അപ്പോൾ നമ്മളുടെ എന്തായി, 2 ലക്ഷം ഇൻറ്റു 5, അപ്പോൾ എത്ര, 10 ലക്ഷമായിട്ട് ഷെയർ ക്യാപിറ്റൽ മാറി. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മുടെ ജേണൽ എൻട്രി കൂടെ എഴുതി പോവാം. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്തുവാ, നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് എഴുതും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപയാക്കി, 2 ലക്ഷം ഷെയർസ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 5 രൂപ. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 5 എത്ര വരും, 10 ലക്ഷം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ റിഡക്ഷൻ 10 ലക്ഷം രൂപ എഴുതി.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗുഡ് വില്ലും ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയാണ്. അതുപോലെ തന്നെ റൈറ്റ് ഡൗൺ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ₹3,10,000. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ റിഡപ്ഷൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണല്ലോ ക്യാപിറ്റൽ റിഡംഷൻ എമൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിഡപ്ഷൻ 10 ലക്ഷം രൂപ എഴുതാം. എന്നിട്ട് ഓരോന്ന് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ആദ്യം എന്താണ് ഗുഡ് വില്ലാണ് കളയുന്നത്. അപ്പോൾ ഗുഡ് വിൽ എത്ര രൂപയാണെന്ന് നോക്കൂ. ഗുഡ് വില്ല് നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ് 5 ലക്ഷമാണ്. അപ്പോൾ നമ്മളിവിടെ എത്ര എഴുതാം 5 ലക്ഷം. ഓക്കെ, അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 1,90,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 1,90,000 എഴുതാം. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് 3,10,000. അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി 3,10,000 എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 10 ലക്ഷം തന്നെ കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും എഴുതണ്ട. ജസ്റ്റ് ആ ക്യാപിറ്റൽ റിഡംഷൻ്റെ അക്കൗണ്ടാണ്. ഇവിടെ ക്യാപിറ്റൽ റിഡംഷനെ എന്ത് ചെയ്തേക്കുക ക്രെഡിറ്റ് ചെയ്തേക്കുമല്ലയോ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിഡംഷനെ ക്രെഡിറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടിൽ ചെന്ന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എത്ര എഴുതണം 10 ലക്ഷം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷനെ എന്ത് ചെയ്തേക്കുക ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ചെന്നിട്ട് ഇത് ഇത്രയും കൂടെ എഴുതിയിട്ട് എഴുതുക. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും 10 ലക്ഷം കിട്ടും. ഇത് നമ്മൾ അത്ര കാര്യമുള്ള ഉള്ളതല്ല, കാരണം നമ്മൾ ആ എഴുതിയിരിക്കുന്നത് തന്നെ എഴുതുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ന്യൂ ബാലൻസ് ഷീറ്റ് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് എത്ര ആയിരുന്നു ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷമായിരുന്നു. ഇപ്പോൾ അത് എത്ര ആയി 10 ലക്ഷമായിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 10 ലക്ഷം എഴുതാം. ദെൻ ഇനി വേറെ എന്തെങ്കിലും ഈ സൈഡിൽ മാറിയോ? ഇനി നമ്മളിവിടെ റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടോ? ഇല്ല, അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ അതിനി എഴുതണ്ട. നെക്സ്റ്റ് വരുന്ന ഏതാണ് ക്രെഡിറ്റേഴ്സ് 15 ലക്ഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ക്രെഡിറ്റേഴ്സ് 15 ലക്ഷം എഴുതുക. രണ്ടും കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും 25 ലക്ഷമാണ് കിട്ടുന്നത്. നെക്സ്റ്റ് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ടാൻജിബിൾ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 17 ലക്ഷം തന്നിട്ടുണ്ട്. ആ 17 ലക്ഷം നമുക്കിനി ഉണ്ടോ? ആ 17 ലക്ഷത്തിൽ നിന്നാണ് 3,10,000 നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ 17 ലക്ഷത്തിൽ നിന്ന് 3,10,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും 13,90,000. ഇനി അടുത്തത് എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല് നമ്മൾ മൊത്തത്തിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി അപ്പോൾ അതെടുക്കത്തില്ല. നെക്സ്റ്റ് സ്റ്റോക്ക് 8 ലക്ഷവും ഡെപ്റ്റേഴ്സ് 3 ലക്ഷവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് എഴുതുക. സ്റ്റോക്ക് 8 ലക്ഷം, ഡെപ്റ്റേഴ്സ് 3 ലക്ഷം. ദെൻ ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 10,000 ആണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 10,000 എഴുതാം. ദെൻ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെ വരും 25 ലക്ഷം തന്നെ വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇല്ലസ്ട്രേഷൻ 2 ആണ്. ഇത് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് മൈനസ് തന്നിട്ടുണ്ട്, ലോങ് ടൈം ബോറോവിങ്സ് ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, കറണ്ട് ലൈബിലിറ്റീസ് ട്രേഡ് പേബിൾസ് തന്നിട്ടുണ്ട്, അസറ്റ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഷെയർ ക്യാപിറ്റൽ എത്ര മൊത്തത്തിൽ തന്നിരിക്കുന്നത് 9 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം എന്താണ് 4 ലക്ഷം എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആണ്. 14% ഓഫ് 4,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് വെച്ചിട്ടാണ് 4 ലാക്ക് വന്നത്. ദെൻ ബാക്കിയുള്ള 5 ലക്ഷം എന്ന് പറയുന്നത് 50,000 ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച് വെച്ചിട്ടാണ് 50,000 × 10 5 ലക്ഷം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി കോർട്ടിൻ്റെ അപ്രൂവൽ വന്നു. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, to issue 15% of preference shares of 60 each for every 14% of 100 preference shares. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ടു ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 15% പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ പോവാണ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. എന്തിന് പകരം 14% 100 റുപ്പീസ് വിലയുള്ള പ്രിഫറൻസ് ഷെയർസിന് പകരം നമ്മളിനി 15% ഉള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ജേർണൽ എൻട്രി പഠിച്ചല്ലോ, എന്തായിരുന്നു? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു, അതായത് ഓൾഡ് വാല്യൂ ടു ഷെയർ ക്യാപിറ്റൽ ന്യൂ വാല്യൂ ടു ക്യാപിറ്റൽ റിഡംഷൻ. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. ജേർണൽ എൻട്രി എങ്ങനെ വരും? ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓൾഡ് എഴുതണം. ഓൾഡ് എത്ര ആയിരുന്നു? 4 ലക്ഷം അല്ലേ? സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു 4 ലക്ഷം.
ടു ന്യൂ എത്രയാണ്? ഇത് 4 ലക്ഷം എങ്ങനെയാണ് വന്നത്? 4000 പ്രിഫറൻസ് ഷെയർസ് എത്ര രൂപ വെച്ചിട്ടായിരുന്നു? 100 വെച്ചിട്ട്. ഇനി അത് എത്രയുള്ളതെന്നാണ് പറയുന്നത്? 60 വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. അപ്പം 4000 ഇൻറ്റു എത്ര ചെയ്യണം? 60. 4000 ഇൻറ്റു 60. അപ്പോൾ എത്ര വരും? 2,40,000. അപ്പോൾ ബാക്കി എമൗണ്ട് എങ്ങോട്ട് പോവും? ക്യാപിറ്റൽ റിഡക്ഷനിലേക്കല്ലേ. 4 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ ന്യൂ എത്ര ആയിട്ട് മാറി? 2,40,000. അപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് 2,40,000 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? 1,60,000. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ് ദ ഇക്വിറ്റി ഷെയർസ് ബൈ 4 ഈച്ച്. ഇക്വിറ്റി ഷെയർസിൽ നിന്ന് 4 എന്ത് ചെയ്തു? കുറച്ചു. റെഡ്യൂസ്ഡ് ബൈ ആണ് പറയുന്നത്. റെഡ്യൂസ്ഡ് 2 എന്ന് പറഞ്ഞാൽ 4 ആക്കി മാറ്റിയെന്നായിരുന്നു. ഇവിടെ റെഡ്യൂസ്ഡ് ബൈ 4 ഈച്ച് എന്ന് പറഞ്ഞാൽ 4 എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എത്ര ആയിരുന്നു? 5 ലക്ഷമായിരുന്നു വാല്യൂ. അതെങ്ങനെയായിരുന്നു? 50,000 ഇൻറ്റു 10 ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 5 ലക്ഷം കിട്ടിയത്. ഇനി അപ്പോൾ 50,000 ഇൻറ്റു എത്ര ഉള്ളൂ? നമുക്കിനി 50,000 ഇൻറ്റു 6 ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇക്വിറ്റി ഷെയർസിൻ്റെ ഓൾഡ് വാല്യൂ എഴുതണം 5 ലക്ഷം. ടു ന്യൂ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 50,000 ഇൻറ്റു 10 ആയിരുന്നു 5 ലക്ഷം. ഇനി അതിൽ നിന്ന് 4 നമ്മൾ കുറച്ചു. ബാക്കി എത്ര? ഇനി 6 വാല്യൂ മാത്രമേ ഉള്ളൂ. 6 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ 50,000 ഇൻറ്റു 6 എത്ര വരും? 3 ലക്ഷം. 50,000 ഇൻറ്റു 6. ഓക്കെ, അപ്പോൾ 3 ലക്ഷം വരും. ഇനി ക്യാപിറ്റൽ റിഡക്ഷൻ്റെ ഡിഫറൻസ് അല്ലേ, അതായത് 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ച് 2 ലക്ഷം. ഇനി അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. 50,000 ഷെയർസ് എത്ര ആയിട്ട് കുറച്ചായിരുന്നു? ക്യാപിറ്റൽ റിഡംഷൻ എത്ര നടത്തിയത്? 4. അപ്പോൾ 50,000 ഇൻറ്റു 4 2 ലക്ഷം വരും. ക്ലിയർ? നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റെഡീം 12% ഡിബഞ്ചേഴ്സ് റുപ്പീസ് 1 lakh by issue of 40% ഡിബഞ്ചേഴ്സ് 80,000 ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അതായത് 12% 1 ലക്ഷത്തിൻ്റെ ഡിബഞ്ചേഴ്സ് എത്ര ആക്കി മാറ്റുന്നു? 14% 80,000 രൂപയാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചേഴ്സ് എഴുതണം. ഓൾഡ് ഡിബഞ്ചേഴ്സ് എത്ര ആയിരുന്നു? 1 ലക്ഷം അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് 1 ലക്ഷമാണ്. അപ്പോൾ ന്യൂ ഡിബഞ്ചേഴ്സ് എത്ര ആക്കി മാറി? 80,000 ആയി മാറി. അപ്പോൾ ബാലൻസ് 20,000 എന്താണ്? ക്യാപിറ്റൽ റിഡംഷൻ. അതായത് ഓൾഡ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ടു ക്യാപിറ്റൽ റിഡംഷൻ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് അക്യുമുലേറ്റഡ് ഡോസ് റൈറ്റ് ഡൗൺ പ്ലാന്റ് ആൻഡ് മെഷീനറീസ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ആയിട്ട് പറയുന്ന? 60,000 റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ബാലൻസ് ലെഫ്റ്റ് ഫ്രം ക്യാപിറ്റൽ റിഡംഷൻ സ്കീം ഈസ് പ്രൊവൈഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതായത് നമ്മളുടെ ഗുഡ് വില്ലും അക്യുമുലേറ്റഡ് ലോസും എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 60,000 രൂപ കുറയ്ക്കണം. ദെൻ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡൗട്ട്ഫുൾ ഡെപ്റ്റും കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ ഈ എമൗണ്ട് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ നമുക്ക് എത്ര കിട്ടി? 1,60,000. ഇവിടെ നമുക്ക് 2 ലക്ഷം, ഇവിടെ നമുക്ക് 20,000. അപ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്ര? 1,60,000 2 ലക്ഷവും 3,60,000 3,60,000 20,000 3,80,000. ഇതിൽ നമുക്ക് ഓരോന്നും റൈറ്റ് ഓഫ് ചെയ്യാം. ആദ്യം ഗുഡ് വില്ലും അക്യുമുലേറ്റഡ് ലോസുമാണ്. ഗുഡ് വിൽ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1,80,000. റിസർവ് ആൻഡ് സർപ്ലസ് എത്ര? 1,30,000. അപ്പം നമ്മൾ ആദ്യം അത് എഴുതാം. 1,80,000 1,30,000. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ആയിട്ട് കുറയ്ക്കണമെന്നാണ്? 60,000 കുറയ്ക്കണമെന്നാണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അത് 60,000. അപ്പോൾ ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നുള്ളൂ? 3,70,000 വരുന്നുള്ളൂ. നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ എത്ര ഉണ്ട്? 3,80,000. അപ്പോൾ നമ്മളോട് പറഞ്ഞു ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താക്കി മാറ്റുക? റൈറ്റ് ഓഫ് ചെയ്യുക. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലെ ബാഡ് ഡെപ്റ്റ് കൊടുക്കുക. അപ്പോൾ 3,80,000 നിന്ന് 3,70,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 10,000 വരും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ബാലൻസ് ഷീറ്റിൽ ഇനി നമുക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്? ഷെയർ ക്യാപിറ്റൽ നേരത്തെ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? ഷെയർ ക്യാപിറ്റൽ 9 ലക്ഷം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 9 ലക്ഷം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മളിപ്പോൾ പുതിയ ഷെയർ ക്യാപിറ്റൽ നമ്മളുടെ പ്രിഫറൻസ് ഷെയർസ് എത്രയേ ഉള്ളൂ? 2,40,000 ഉള്ളൂ ന്യൂ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അത് നമ്മൾ എഴുതുക 2,40,000. ദെൻ നമുക്ക് ന്യൂ ഇക്വിറ്റി ഷെയർസ് എത്രയേ ഉള്ളൂ? 3 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 3 ലക്ഷം എഴുതാം. അപ്പോൾ 3 ലക്ഷം എഴുതുമ്പോൾ രണ്ടും കൂടെ കൂട്ടി 5,40,000. അത് 5,40,000 എഴുതാം. ഇനി
നമുക്ക് ലോങ് ടൈം ബോറോവിങ്സ്, അതായത് ഡിബഞ്ചേഴ്സ് എത്രയേ ഉള്ളൂ? നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഡിബഞ്ചേഴ്സ്? 1,00,000 ഉണ്ടായിരുന്നു ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്ര ആക്കി മാറ്റി? 80,000 ആക്കി മാറ്റി. അപ്പോൾ ഡിബഞ്ചേഴ്സ് നമ്മൾ എത്ര ആയിട്ട് എഴുതണം? 80,000 എഴുതണം. ക്രെഡിറ്റേഴ്സ്, നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് മാറ്റമൊന്നുമില്ല, 2,00,000. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് എഴുതുക. ക്രെഡിറ്റേഴ്സ് എത്ര എഴുതുക? 2,00,000. ദെൻ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8,20,000 കിട്ടും. നമ്മൾ ഇനി നെക്സ്റ്റ് അസറ്റിലേക്ക് പോവാണ്. അസറ്റ് സൈഡിൽ നമുക്ക് ആദ്യം ടാഞ്ചിബിൾ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരുന്നു. അത് എത്ര ഉണ്ട്? 5,00,000. പക്ഷേ അത് 60,000 നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ 5,00,000 നിന്ന് 60,000 മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും? 4,40,000. ദെൻ ഗുഡ് വില്ലുണ്ടോ? ഗുഡ് വില്ല് മൊത്തം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എത്രയാണ്? 3,00,000. ഡെപ്റ്റേഴ്സ് എത്രയാണ്? 70,000. സ്റ്റോക്ക് 3,00,000, ഡെപ്റ്റേഴ്സ് 70,000. ഓക്കെ, സ്റ്റോക്ക് 3,00,000 നമ്മൾ അതുപോലെ എഴുതുക. ഇനി ഡെപ്റ്റേഴ്സ് 70,000 ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്തു? 10,000 നമ്മളിപ്പോൾ ഡെപ്റ്റേഴ്സിന് ബാർ ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തല്ലോ. അപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് എത്ര ആയിട്ട് കുറഞ്ഞു? 60,000 ആയില്ലേ? 70,000 ഉണ്ടായിരുന്നു, അതിന് നമ്മൾ 10,000 കൊടുത്തു. അപ്പോൾ എത്ര? 60,000 വരുന്നു. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എത്ര ആയിരുന്നു? 20,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ 20,000 എഴുതുക. ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെ വരും? അത് ഫുള്ളായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് 8,20,000 തന്നെ വരും. ക്ലിയർ ആണോ?